നമുക്കിന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരച്ച് വെക്കുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നാലേ ദോശ നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ 1 ഗ്ലാസ് ഉഴുന്ന്, ഒരു 1/4 ടീസ്പൂൺ താഴെ ഉലുവ ചേർത്ത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി പച്ചരി, ഉഴുന്ന് 1 ഗ്ലാസ് ആകുമ്പോൾ 2 ഗ്ലാസ് പച്ചരി, ഇതുപോലെ തന്നെ 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. പിന്നെ അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറ്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ടിട്ട് ഉഴുന്ന് കുതിർത്ത് വെച്ച ആ വെള്ളം ഒഴിച്ച് തന്നെ അരയ്ക്കണം. എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ വീണ്ടും ചോറും ഉഴുന്നും അരിയും കൂടെ ഒരുമിച്ച് അരയ്ക്കുക. അതും ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അങ്ങനെ ഒരു 3 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ദോശയ്ക്കുള്ള മാവാകുമ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ തന്നെ നല്ല രീതിക്ക് അരച്ചെടുത്താൽ തന്നെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരും. നന്നായിട്ട് ഇതുപോലെ അരച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ചിലർ കൈ കൊണ്ടായിരിക്കും, ചിലർ സ്പൂൺ കൊണ്ടായിരിക്കും. അതെങ്ങനെ വേണമെങ്കിലും നല്ല രീതിക്ക് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഒത്തിരി തണുപ്പൊക്കെയുള്ള സമയമാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. പിന്നെ ഉപ്പിടണ്ട. ഉപ്പ് നമ്മൾ പൊങ്ങി വന്നതിന് ശേഷം മാത്രം ചേർക്കുക. മാവ് അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർത്താലും ചിലപ്പോൾ മാവ് പൊങ്ങാതെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഓരോരോ ദോശ വീതം ചുട്ടെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ദോശ തയ്യാർ.